കുരുക്കളൊഴിക്കുന്ന മാതാവ്. ജർമ്മനിയിൽ വോൾഫ് ഗ്യാങ്ങും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയയുമായി എന്നും കുടുംബത്തിൽ പ്രശ്നങ്ങളായിരുന്നു. ഒരിക്കൽ വോൾഫ് ഗ്യാങ് തൻ്റെ സങ്കടങ്ങളെല്ലാം ഫാദർ ജേക്കബ് അപ്രേമിനെ അറിയിക്കുകയും തൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 1615 സെപ്റ്റംബർ 28-ന് വോൾഫ് ഗ്യാങ് തൻ്റെ ഭാര്യ സോഫിയയുടെ വെഡ്ഡിംഗ് റിബൺ എടുത്ത് ഫാദർ അപ്രേമിനെ ഏൽപ്പിച്ചു. ഫാദർ അപ്രേം ആ വെഡ്ഡിംഗ് റിബൺ എടുത്ത് മഞ്ഞുമാതാവിൻ്റെ രൂപത്തിനടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദാമ്പത്യ ബന്ധത്തിലെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ എന്ന്. അപ്പോൾ തന്നെ ആ വെഡ്ഡിംഗ് റിബൺ തൂവെള്ള നിറത്തിലാവുകയും വോൾഫ് ഗ്യാങ് തൻ്റെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളും ഒന്നൊന്നായി മാറുവാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്നും ഫാദർ ഫെർണിമസ് എന്ന ഒരു വൈദികനുണ്ടായി. തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആ കുടുംബത്തിൽ വന്നതിനെ ഓർത്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഒരു ചിത്രം വരച്ചു. അതാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള കുരുക്കളൊഴിക്കുന്ന മാതാവിൻ്റെ ചിത്രം.